നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സ്പെയിൻ ഇന്നലെ ക്രൊയേഷ്യയെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ശരിയാണ്. അവർക്ക് വേണ്ടി ഗോളുകൾ നേടിയിട്ടുള്ളത് ആൽവരോ മൊറാറ്റയും ഫാബിയൻ റൂയിസും ഡാനി കർവാഹലുമായിരുന്നു. ആദ്യ പകുതിയിൽ അവർ കൂടുതൽ ക്ലിനിക്കലായിരുന്നു. അതിൻ്റെ റിസൾട്ടാണ് ആ 3-0 വിജയം. പക്ഷെ സാധാരണ സ്പെയിൻ കളിക്കാറുള്ളത് എങ്ങനെയാണ്? വലിയ രൂപത്തിലുള്ള ബോൾ പൊസിഷൻ അവർക്കായിരിക്കും, അങ്ങ് അടക്കി ഭരിക്കും, പിന്നെ ഗോൾ അടിക്കും. ചിലപ്പോൾ ഗോളും അടിക്കില്ല, അങ്ങനെ സമനിലയുമായിട്ടൊക്കെ പോകാറുണ്ട്. പക്ഷേ 70% 75% ഒക്കെ ബോൾ പൊസിഷൻ അവർക്കായിരിക്കും. എന്നാൽ ഇന്നലെ കണ്ടത് അങ്ങനെ ഒരു സ്പെയിനെ അല്ല. ഇതല്ല ഞങ്ങളുടെ സ്പെയിൻ എന്ന് സ്പാനിഷ് ആരാധകരെ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നലെ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ കളിയുടെ ആദ്യ പകുതിയിൽ സ്പെയിനിന്റെ ബോൾ പൊസിഷൻ വെറും 44%. അൺബിലീവബിൾ ആണ് സ്പാനിഷ് ടീമിന്റെ സമീപകാലത്തെ പ്രകടനം നോക്കുമ്പോൾ. രണ്ടാം പകുതിയിൽ 50-50 ആയിരുന്നു. 50% സ്പെയിനും 50% ക്രൊയേഷ്യയും. ടോട്ടൽ വന്നപ്പോൾ 47% സ്പെയിനിന്റെ ബോൾ പൊസിഷൻ. ഇത് സാധാരണ സംഭവിക്കാത്തതാണ്. ഈ നൂറ്റാണ്ടിൽ സ്പെയിന് എതിരാളികളെക്കാൾ കുറഞ്ഞ് ബോൾ പൊസിഷൻ കൈവശം വെച്ച വെറും 4ാമത്തെ മാത്രം മത്സരമാണിത് എന്ന കാര്യം കൂടി ഓർക്കുക. ഇതിനു മുമ്പ് 2014 ഫ്രണ്ട്ലി മത്സരത്തിലാണ് ഏറ്റവും കുറഞ്ഞ, ഈ ഒരു നൂറ്റാണ്ടിലെ ഏറ്റവും കുറഞ്ഞ ബോൾ പൊസിഷനുമായിട്ട് സ്പെയിന് കളി അവസാനിപ്പിച്ചത്. ഫ്രാൻസിനെതിരെ 0-3 ആ ഒരു തോറ്റ മത്സരത്തിൽ 42% അന്നത്തെ അവരുടെ ബോൾ പൊസിഷൻ. പിന്നെ 2002 ഫിഫ വേൾഡ് കപ്പിൽ അയർലൻഡിനെതിരെ 45% അവരുടെ ബോൾ പൊസിഷൻ. അതാണ് ഏറ്റവും കുറഞ്ഞ രണ്ടാമത്തേത്. 1-1 സമനിലയാണെന്ന് സംഭവിച്ചത്. 2008 യൂറോ കപ്പിൽ ജർമ്മനിക്കെതിരെ 46% ബോൾ പൊസിഷനോട് അവർ കളിച്ചിട്ടുണ്ട്. 1-0 വിജയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ബോൾ പൊസിഷനാണിത്, 47%. പക്ഷേ മത്സരം വിജയിച്ച് കയറി. ഇപ്പം യൂറോ കപ്പിൽ മാത്രം കണക്കെടുത്താൽ 2008 യൂറോ കപ്പിൽ ജർമ്മനിക്കെതിരെ 46% ബോൾ പൊസിഷനുമായിട്ട് അവർ കളിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ 47% ബോൾ പൊസിഷനുമായിട്ട് അവർ മത്സരം കളിച്ച് അവസാനിപ്പിക്കുന്നത്. ഇതിനിടയ്ക്ക് 136 മത്സരങ്ങൾ കടന്നുപോയിരുന്നു. അത്രയും മത്സരങ്ങൾക്ക് ശേഷമാണ് ഇത്ര ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ബോൾ പൊസിഷൻ അവർക്ക് ഉണ്ടാവുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും എതിരാളികളെക്കാൾ കുറഞ്ഞ ബോൾ പൊസിഷനോടെയാണ് ഇന്നലെ സ്പെയിൻ കളിച്ച് ജയിച്ച് കയറിയത്. സാധാരണയുള്ള സ്പെയിൻ അല്ല ഇത് എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.